ഒരു കാര്യം എനിക്ക് തോന്നുന്നതേ, വി ഡി സതീശന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പക്ഷത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ 10 വർഷക്കാലത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ജനരോഷം കൂടെ വന്നിട്ട് അതിൻ്റെ ഗുണഫലങ്ങൾ എടുത്തിട്ട് 102 സീറ്റ് എന്ന വലിയ നമ്പറുമായിട്ട് അധികാരത്തിൽ വന്നത് അദ്ദേഹത്തിന് വ്യക്തമായിട്ടും അറിയാം. ഇവർ ഇടതുപക്ഷമാണെങ്കിൽ വലതുപക്ഷത്തിൻ്റെ വോട്ടപ്പാട് കിട്ടിയിട്ടാണ്. വലതുപക്ഷത്തിനകത്ത് കോൺഗ്രസ് മാത്രമൊന്നുമല്ല, നമ്മളീ പറയുന്ന വലതുപക്ഷം എന്നുള്ളത് അദ്ദേഹം യഥാർത്ഥ ഇടതുപക്ഷത്താണ് അദ്ദേഹത്തിൻ്റെ പക്ഷത്തെ വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് കൂട്ടിയാൽ മതി, കോൺഗ്രസും മറ്റും ഒക്കെ ചേർന്നിരിക്കുന്ന ഈ സംഗതിയെ. പക്ഷേ ഞാനതിനോട് ചേർത്ത് വെക്കുന്നത് വലതുപക്ഷം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ, അതെന്ന് വെച്ചാൽ CPMൻ്റെയും CPIയുടെയും ഇടതുപക്ഷത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് 102 സീറ്റ് എന്ന വലിയ നമ്പർ കൊടുത്ത ഈ വലിയ പക്ഷം അപ്പാടെ തൻ്റെ പക്ഷമാണ് എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. ആ പക്ഷത്തിനകത്ത് കോൺഗ്രസ് മാത്രമല്ല, ഈ ഹിന്ദുത്വ സംഘടനകൾ കൂടെയുണ്ട്. അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം നേരത്തെ തന്നെ ചേർത്തിരുന്നു. പക്ഷേ ഈ പറയുന്ന ഹിന്ദുത്വ സംഘടനകളും ഹിന്ദുത്വ മനസ്സുള്ള ആളുകളും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു വോട്ട് കുറച്ചുകൂടെ സജീവമായിട്ടൊരു വോട്ട് സംഗതിയായി മാറിയ 3 MLA-മാരെ നിയമസഭയിലേക്ക് പറഞ്ഞേക്കാൻ മാത്രം പ്രാപ്തരായിട്ട് ആ ഒരു പക്ഷത്തിൻ്റെ കൂടെ പിന്തുണ തനിക്കുണ്ട് എന്ന്, രാഷ്ട്രീയമായിട്ട് പിന്തുണ തനിക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കും നിശ്ചയമായിട്ടും. അദ്ദേഹം ആ പിന്തുണ തൽക്കാലത്തേക്ക് അത് വേണം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശശികലയും RV ബാബുവും ഒക്കെ വന്ന് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം അയ്യോ കാണണ്ട എന്ന്, അദ്ദേഹം നിങ്ങളെ കാണാൻ പറ്റില്ല എന്നൊരു നിലപാട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കുന്ന വിചാരിക്കുന്ന ആളല്ല ഞാൻ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. സ്വാഭാവികമായിട്ടും കാണേണ്ടി വരും എന്ന് മാത്രമല്ല, വന്ന് കണ്ടതുകൊണ്ട് നമുക്കിന്ന് മറ്റേ RV ബാബു എന്നൊരു ചെവിയിൽ പറയുകയാണ്, നമുക്ക് എന്താണ് വയനാടിൻ്റെ പേര് ഹനുമാൻ വട്ടം എന്ന് മാറ്റണം എന്ന് പറഞ്ഞാലുടനെ എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞത് അംഗീകരിച്ചു കൊടുക്കുന്ന ആളൊന്നുമല്ല. എന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് വന്ന് കണ്ട് സംസാരിച്ചത് കൊണ്ട് അത് നടപ്പാക്കി കൊടുക്കുന്ന ആളൊന്നുമല്ല VD സതീശൻ. എന്ന് മാത്രമല്ല, അതിന് ഉദാഹരണം നമ്മുടെ മുമ്പിൽ ഇപ്പം തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ശ്രീധരൻ വന്നിട്ട് വലിയൊരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്തു, അദ്ദേഹം അത് സ്വീകരിച്ചില്ലല്ലോ. വിളിച്ചിരുത്തി മാന്യമായിട്ടിരുത്തി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രായം കൂടുതലും അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ ബഹുമാന്യതയും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിലുള്ള എക്സ്പെർട്ടൈസും എല്ലാം വെച്ചിട്ട് നന്നായിട്ട് സംസാരിച്ചു. പേപ്പറെല്ലാം വാങ്ങിച്ചു വെച്ചു. നിശ്ചിതമായൊരു കാലയളവ് നോക്കിയിട്ട് ഞങ്ങളത് നടപ്പാക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള മട്ടിൽ സംസാരിച്ചല്ലോ ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് ഈ എതിരാളികളും ഈ പറയുന്ന ആളുകളെല്ലാം വന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അംഗീകരിക്കാനൊന്നും അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം തയ്യാറാകുമെന്ന് വിചാരിക്കേണ്ട. പക്ഷേ ഇവരെല്ലാം തങ്ങളുടെ പക്ഷമാണ്, അവരോടെല്ലാം സംസാരിക്കുകയും ആ നിലക്ക് അവരെ എതിർക്കുന്നില്ല എന്ന തോന്നൽ പുറത്തേക്ക് കൊടുക്കുകയും വേണം എന്ന് നിശ്ചയമായിട്ടും അദ്ദേഹം കണക്കാക്കുന്നുണ്ടാകണം. അതൊരു കാരണമായിരിക്കാം. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന വക്കീലന്മാരെ, ഗവൺമെൻറ് പ്രീഡർമാരെ നിയോഗിച്ചു. അദ്ദേഹത്തിന് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ CPMൻ്റെ മഹോ നേതാവായിരുന്ന G. സുധാകരൻ അവരുടെ കൂടെയല്ലേ, B. കുഞ്ഞികൃഷ്ണൻ അവരുടെ കൂടെയല്ലേ, TK ഗോവിന്ദൻ അവരുടെ കൂടെയല്ലേ, കുറച്ചു കാലം മുമ്പ് വരെ BJPയുടെ ആളായിരുന്ന സന്ദീപ് വാര്യർ അവരുടെ കൂടെയല്ലേ. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം എന്ന് വെച്ചാൽ, കോളേജ് പഠിക്കുമ്പോൾ SFI-കാരനായിരിക്കുമോ ABP-കാരനായിരിക്കുമോ ചെയ്യുന്ന ഒരാൾ സർക്കാർ വന്നു, ഇവരുടെ വലിയ ജനസമ്മതിയിൽ അന്തം വിട്ടിട്ട് അതുകൊണ്ട് കിട്ടുന്ന സൗകര്യങ്ങൾ ഞങ്ങൾക്കൂടെ കിട്ടട്ടെ എന്ന് വെച്ചാൽ രാഷ്ട്രീയം മാറാമല്ലോ. പക്ഷേ അത് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അത് അവിടെ അടുത്താണ്. ഈ പറഞ്ഞിടങ്ങളിലൊന്നും ഒരു പെശകും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അത് പറയുമ്പോൾ KSUക്കാരോട് നിങ്ങളാണോ തീരുമാനം എടുക്കുന്നത്, ലോ കോളേജിലെ KSUക്കാരാണോ തീരുമാനം എടുക്കുന്നത് എന്ന് ചൂടാവുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് സ്വന്തം പക്ഷത്തിലുള്ള ഒരാളോട് എന്തിനാണ് ചൂടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അല്ല അവർ നമ്മുടെ ആളുകളായി മാറിയിട്ടുണ്ട്, നിങ്ങളിങ്ങോട്ട് വരൂ നമുക്ക് സംസാരിക്കാം എന്ന് സൗമ്യമായിട്ട് പറയുന്നതിന് പകരം ഉടക്കുന്നത് എന്തിനാണ്? അത് സ്വന്തം പക്ഷത്തോട് ഉടക്കുന്നത് എന്തിനാണ്? 2 വക്താക്കൾ നമ്മൾ കാണുമ്പോൾ 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഈ സർക്കാർ വന്നിട്ട്. 2 യുവ വക്താക്കൾ വന്നിട്ട് ഈ സർക്കാരിനെതിരെ ചറപറ ഇങ്ങനെ ശക്തമായിട്ട് വിമർശിക്കേണ്ടുന്ന സാഹചര്യം VD സതീശനായിട്ട് ഉണ്ടാകുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. അവരെ വിളിച്ച് സംസാരിച്ചാൽ പോരെ? ഈ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുന്നിടത്ത് അങ്ങനെ പറ്റില്ല, ഞാൻ എൻ്റെ റഫായിട്ടുള്ള രീതിയിൽ പെരുമാറൂ എന്ന് ഇദ്ദേഹം വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ സീരിയസ് ആയിട്ട് അർഷനോട് ചോദിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് എനിക്കിത് മനസ്സിലാകുന്നില്ല എന്നാണ്. എന്തിനാണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുന്നിടത്ത് ഇത് അലോഷ്യസ് സേവറിനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ അലോഷ്യസ് സേവറെ ഇന്നതാണ് സംഭവം, നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് ഈ കാര്യം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഈ 2 ആളുകൾ ഇങ്ങനെ വന്നിരിക്കുന്നു, ഇന്ന കാര്യങ്ങൾ നമുക്ക് അവർ ആവശ്യമുണ്ട്, ഇത് നമ്മുടെ കയ്യിലാണ് രാഷ്ട്രീയമായ കൺട്രോൾ, അവരിനിപ്പോൾ തിരിച്ചൊരു നിലപാട് എടുത്താൽ പോലും നമുക്കത് നടപ്പാക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്ന് അവരോട് വിശദീകരിച്ചാൽ പോരെ? വിശദീകരിക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് ഞാനാണെല്ലാം നടപ്പാക്കുന്നതെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഞാനാണ് പ്രധാനി എന്ന് കാണിക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ എക്സൈസ് മന്ത്രി അറിയാതെ നമ്മുടെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം വന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം പോയിട്ട് VD സതീശൻ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ ഇരുന്നിട്ട് VD സതീശൻ മഹാനാണ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഗംഭീരമാണ്. VM സുധീരൻ മഹാനാണ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഗംഭീരമാണ്. പക്ഷേ മാധ്യമങ്ങൾ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രസംഗം അദ്ദേഹം അവിടെ നടത്തിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ എന്നുള്ള ഒരു ആധിപത്യം, ഒരു രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ, സമൂഹത്തിലും സ്വന്തം പാർട്ടിക്കകത്ത് സ്ഥാപിക്കാൻ ഇവരോട് ഉടക്കി നിൽക്കുന്നതാണ് തുടക്കം മുതലേ നല്ലത് എന്ന ഒരു രാഷ്ട്രീയ ബുദ്ധി ആയിരിക്കുമോ വലിയ വായനക്കാരനും ആ നിലക്ക് ബുദ്ധിജീവിയുമായ
പി രാജീവാണ് ബുദ്ധിജീവി, ഞാൻ ബുദ്ധിജീവിയല്ല, ഞാൻ നാട്ടിൻപുറത്തുകാരനാണ് എന്ന് വെച്ചാൽ നാട്ടിൻപുറത്തുകാരിൽ ബുദ്ധിജീവിയില്ല എന്നുകൂടെ പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ നിലക്ക് ഉള്ളൊരു കാര്യമാണ് അദ്ദേഹം നടക്കുന്നതായി തോന്നുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താത്ത, പക്ഷേ അതായത് ഇത് ഒരു കമ്പനിയുടെ സിഇഒഷിപ്പോ അല്ലെങ്കിൽ അതിന് ഒരു ഓണർഷിപ്പോ പിടിക്കുന്ന പോലെ അല്ലല്ലോ ഒരു രാഷ്ട്രീയ സംഗതി. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് അതിന് സമ്പൂർണ്ണമായിട്ടും രാഷ്ട്രീയമാണ്. അതിൻ്റെ കാര്യം സമ്പൂർണ്ണമായിട്ടും രാഷ്ട്രീയമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിനോടുള്ള അതിശക്തമായിട്ടുള്ള വിയോജിപ്പ്, രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പ് സമൂഹത്തിലാകെ ഉണ്ടായി വരികയും അതിനെതിരായിട്ടുള്ള ഒരു പക്ഷം രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണകളാൽ ഉണ്ടാകുകയും ചെയ്തിട്ട് രാഷ്ട്രീയമായിട്ടൊരു സർക്കാർ വന്നതാണ്. അല്ലാതെ ഇത് ഈ പണത്തിൻ്റെ മറച്ചിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ തലപ്പത്തേക്ക് ഒരാൾ വരുന്നതോ പോലുള്ളൊരു സംവിധാനമല്ല. അപ്പോൾ ആ രാഷ്ട്രീയമായിട്ടുള്ള മൂവ്മെൻറ്റിൽ ഇദ്ദേഹത്തിനൊപ്പം നിന്ന ആളുകളാണ് ഈ KSUക്കാരും ഈ അനൂപ് വിയാറും ഈ പറയുന്ന ജിൻഡോ ജോണും ഒക്കെ. അവരുടെയും കൂടെ പണിയാണ്. അവർ കൂടെ എടുത്തു വെച്ച ഒരു ഇഷ്ടിക ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഈ സർക്കാർ മണിമന്ദിരത്തിനുണ്ട്, ഈ ഭരണത്തിൻ്റെ മണിമന്ദിരത്തിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തതാണ്. അപ്പോൾ അവർ പറയുന്നതിൽ എന്താ അത്ഭുതം? ഞങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് അവരുടെ അടുത്ത് വരില്ലേ? KSUവിൻ്റെ ട്രഷറർ, സംസ്ഥാന ട്രഷറർ പറയുന്നത് മുക്കാൽ പിണറായി വിജയനെ അല്ല ഞങ്ങൾ അവിടെ ഇരുത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അതാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതായത് എന്തിനാണ് ഈ ദിവസങ്ങളിൽ അങ്ങനെ ഉടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സതീശന് മാത്രമേ അറിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം അതാണ്, അതായത് ഞാൻ ഭയങ്കരനാണ് കേട്ടോ എന്ന് പൊതുസമൂഹത്തോടും പാർട്ടിക്കാരോടും എന്നോട് കളിക്കരുത് കേട്ടോ എന്ന് ആദ്യമേ അങ്ങോട്ട് അടിച്ചിട്ട് ചില ക്ലാസ്സുകളിലേക്ക് സ്കൂൾ തുടങ്ങുമ്പോൾ കോളേജ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ചില ആൾക്കാർ വന്നിട്ട് ആദ്യം തന്നെ അടിച്ചൊരു പ്രശ്നം ഉണ്ടാക്കുമല്ലോ, ഒരു കുഴപ്പമുണ്ടാക്കിയിട്ട് ഇവനെ ഒന്ന് പേടിക്കണം എന്ന മട്ടിൽ ചെയ്യുകയാണോ സതീശൻ എന്ന് ന്യായമായിട്ട് എനിക്ക് എൻ്റെ സതീശനെ പഠിപ്പിച്ചതാണോ എന്നുള്ളതും സംശയിക്കണം. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം അവിടെ ഈ പറഞ്ഞതുപോലെ നിയമസഭയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ തിരക്ക് കൊണ്ട് നിൽക്കാൻ വയ്യ. അത് കോൺഗ്രസ്സുകാർ ആ ആവേശം കൊണ്ടാണ് അവിടെ വല്ലാതെ എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായി. ഈ സമ്മർദ്ദം ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ്